പറഞ്ഞാട്ട് ജഡം ബലഹീനമാണ്, എന്നാൽ ആത്മാവ് ഒരുക്കമുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ബലഹീനതകളുള്ള ഒരു ശരീരത്തിൽ നമ്മൾ വസിക്കുന്നുവെങ്കിലും ഒരുക്കമുള്ള ശക്തമായ ആത്മാവിന്റെ ഉടമകളാണ് നമ്മൾ. നാം എന്ന് പറയുന്നത് ഒരുക്കമുള്ള ഒരാത്മാവത്രേ. നാം എന്ന് പറയുന്നത് ബലഹീനമുള്ള ഒരു ശരീരമല്ല. നാം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ബലഹീനമായ ഒരു ശരീരമല്ല. നാം എന്ന് പറയുന്നത് ഒരുക്കമുള്ള ഒരാത്മാവാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നീ തോൽവി അടയേണ്ടവനല്ല, അതുകൊണ്ട് നീ പരാജയം ഏറ്റുവാങ്ങേണ്ടവനല്ല, അതുകൊണ്ട് നീ അസാധ്യമെന്ന് വെറുവിറുക്കേണ്ടവനല്ല, അതുകൊണ്ട് എനിക്ക് കഴിയത്തില്ലെന്ന് പറയേണ്ടവനല്ല. നീ ഒരുക്കമുള്ള ഒരു ആത്മാവാണ്. നിന്നെ കൊണ്ട് സകലവും കഴിയും. നിന്റെ ജഡം ബലഹീനപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ബലഹീനമായ ജഡത്തിന്റെ മേൽ ജയമേറ്റെടുത്തുകൊണ്ട് നിനക്ക് ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കാൻ സാധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത്. ചെയ്യാൻ കഴിയത്തില്ലാത്ത കാര്യം യേശു കർത്താവ് തന്റെ ശിഷ്യൻപ്പെടുത്തില്ല. പത്രോസേ നിന്നെക്കൊണ്ട് കഴിയും, യാക്കോബേ നിന്നെക്കൊണ്ട് കഴിയും, യോഹന്നാനെ നിന്നെക്കൊണ്ട് കഴിയും. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഉറക്കത്തെ ജയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. ക്ഷീണമുണ്ട്, ക്ഷീണത്തെ ജയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. എങ്ങനെ കഴിയും? നിന്നിലുള്ള ഒരുക്കമുള്ള ആത്മാവിനെ നീ സ്വതന്ത്രമാക്കുമ്പോൾ ശരീരത്തിന്റെ ബലഹീനതകളെ അതിജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിന്നെക്കൊണ്ട് സാധ്യമാണ്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ പിടിച്ചെടുക്കുന്ന ഈ ജഡമാണ്. ജഡത്തിന് വിശക്കുമ്പോൾ നമ്മൾ അത് വേഗത്തിൽ ശ്രദ്ധിക്കുന്നു, പക്ഷെ ആത്മാവിന്റെ ദാഹം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ജഡത്തിന് ദാഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, വെള്ളം ഇരിക്കുന്ന ഇടത്തേക്ക് നമ്മൾ ഓടിപ്പോകുന്നു. എന്നാൽ ഹോരകപുത്രന്മാര് പറയുന്നു, മാൻനീർ തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നിന്നൊരു ആത്മാവുണ്ട്. നിന്റെ ശരീരം വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുന്നത് പോലെ ദൈവത്തിന് വേണ്ടി നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരാത്മാവ് ഓരോ ദിവസവും നിന്റെ ജഡത്തിന്റെ ഇഷ്ടത്തെ നിർവഹിച്ചു കൊടുക്കുവാൻ ജഡത്തിന്റെ വിളി നീ കേൾക്കാറുണ്ട്, ജഡത്തിന്റെ താല്പര്യം നീ ശ്രദ്ധിക്കാറുണ്ട്, ജഡം ചോദിക്കുന്നത് കൊടുക്കാറുണ്ട്. എന്നാൽ നിന്റെ ഉള്ളിൽ ഞരങ്ങുന്ന ഒരാത്മാവ് ദൈവത്തിനായി ചോദിക്കുകയാണ്, ജീവനുള്ള ദൈവത്തിനായി ചോദിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന്റെ സാന്നിധ്യം നുകരുവാൻ, ദൈവത്തിൽ സന്തോഷിക്കുവാൻ ആത്മാവ് ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ ആത്മാവിനെ റിലീസ് ചെയ്യാമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെ അതിജീവിക്കാൻ കഴിയും. ഹല്ലേലൂയ. നിന്റെ മുൻകോപത്തെ അതിജീവിക്കണമോ? നിന്നുള്ള പാപ സ്വഭാവത്തെ അതിജീവിക്കണമോ? വിശ്വാസിയെ, ഞാൻ പാപങ്ങൾ ഏറ്റുപറഞ്ഞിട്ടും എനിക്ക് ജയം എന്തുകൊണ്ട് കിട്ടുന്നില്ലെന്ന് നീ നിലവിളിക്കുന്നുണ്ടോ? നിന്റെ പരാജയത്തെ നിനക്ക് അതിജീവിച്ച് വിജയമുള്ളവളാകണമോ? ആത്മാവിനെ റിലീസ് ചെയ്യുക. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക. സ്തോത്രം. ഒരു ക്രിസ്തീയ ജീവിതം ആത്മാവിനെ റിലീസ് ചെയ്യുന്ന ഒരു ജീവിതമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമുക്ക് ആ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അവിടെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ആത്മാവിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് എന്തോ ചെയ്യണം? ആ വാക്യം വീണ്ടും. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് എന്തോ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ? എന്താ ലക്ഷ്യം? നമ്മുടെ നിത്യജീവൻ. എല്ലാവരും പറഞ്ഞേ, എന്താ നമ്മുടെ ലക്ഷ്യം? നമുക്ക് രണ്ട് ലക്ഷ്യമില്ല. ദൈവസഭയെ നമുക്ക് 2 ലക്ഷ്യമില്ല. വിശ്വാസിയെ നമുക്ക് 2 ലക്ഷ്യമില്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് നിത്യജീവനാണ്, നിത്യതയാണ്. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, ആ നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേ. ഹല്ലേലൂയ. ദൈവസ്നേഹം നിറഞ്ഞിരിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുക. ദൈവസ്നേഹം കുറഞ്ഞു പോകാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുക. യേശു കർത്താവ് പറഞ്ഞ, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. അധർമ്മം പെരുകട്ടെ. ഈ ലോകത്തിൽ അധർമ്മം പെരുകുന്നു. എവിടെ നോക്കിയാലും അധർമ്മം പെരുകുകയാണ്. ഞാനത് വിശുദ്ധീകരിക്കുന്നില്ല, അത് ഇനിയും പെരുകിക്കൊണ്ടിരിക്കും. സ്തോത്രം. പക്ഷേ അധർമ്മത്തെ നോക്കി ദൈവസ്നേഹം കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ.
ദൈവ സ്നേഹത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നിത്യജീവന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ കരുണയാലാണ്. ഞാൻ ജീവൻ പ്രാപിച്ചിരിക്കുന്ന അവൻ്റെ കരുണയാലാണ്. ഞാൻ ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന അവൻ്റെ കരുണയാലാണ്. ഞാൻ ഇന്ന് ജയജീവിതം നയിക്കുന്ന അവൻ്റെ കരുണയാലാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കരുണയാൽ ആ നിത്യജീവൻ്റെ മുഴുവൻ അവകാശിയുമായും ഞാൻ മാറും. അതുകൊണ്ട് അവൻ്റെ കരുണയ്ക്കായി ഞാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്നെ ചേർക്കുവാൻ വരുന്നതും തൻ്റെ കരുണയുടെ പ്രകടനമാണ്. അവൻ എന്നെ ചേർക്കുവാൻ വരുന്നതും തൻ്റെ കരുണയുടെ പ്രകടനമാണ്. അവൻ തൻ്റെ കരുണയാൽ ലോകത്തിൽ വന്നു. അവൻ തൻ്റെ കരുണയാൽ എനിക്ക് പകരമായി മരിച്ചു. അവൻ തൻ്റെ കരുണയാൽ ഉയർത്തെഴുന്നേറ്റു. അവൻ തൻ്റെ കരുണയാൽ ഇന്ന് എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ തൻ്റെ കരുണയാൽ എന്നെ ചേർക്കുവാൻ അവൻ വേഗം വരും. അതും അവൻ്റെ കരുണയാണ്. അതും അവൻ്റെ കരുണയാണ്. എന്നിലെ യോഗ്യതകൾ കൊണ്ടല്ല, അവൻ്റെ കരുണയാൽ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഒരൊറ്റ ലക്ഷ്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിപ്പിച്ചു കൊണ്ടേയിരിക്കും. കാതലായ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ, സ്തോത്രം, ഒരു കാതലിനെ പറ്റിച്ചുറ്റി വെള്ള പൊതിഞ്ഞിരിക്കുന്നത് പോലെ നീ കാതലായ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ലോകത്തിലെ അനുഗ്രഹങ്ങളും നിന്നെ പൊതിഞ്ഞുകൊള്ളും. നീ അധൈര്യപ്പെടേണ്ട. നീ ആഗ്രഹിക്കുന്ന വിടുതൽ, നീ ആഗ്രഹിക്കുന്ന സൗഖ്യം, നീ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി, നീ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, നീ ആഗ്രഹിക്കുന്ന സമാധാനം, നീ ആഗ്രഹിക്കുന്ന സ്വസ്ഥത, നീ ആഗ്രഹിക്കുന്ന കുടുംബജീവിതത്തിന്റെ സമൃദ്ധി, അത് നിന്നെ പൊതിയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാതലുണ്ടെങ്കിൽ വെള്ള കാതലിനെ പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഭൗതിക അനുഗ്രഹങ്ങളും നിന്നെ എത്തിപ്പിടിക്കും. ദൈവത്തിന് സ്തോത്രം. അത് നിന്നെ എത്തിപ്പിടിക്കും. അത് നിന്ന് അന്യപ്പെട്ട് നിൽക്കത്തില്ല. അത് നിന്ന് അന്യപ്പെട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു കൊള്ളുക, അതോടുകൂടി ഇതൊക്കെയും നിനക്ക് കിട്ടും. കിട്ടുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുക തന്നെ ചെയ്യും. നീ ഭാരപ്പെടുന്നത് കൊണ്ടല്ല കിട്ടുന്നത്, നീ വിഷമിക്കുന്നത് കൊണ്ടല്ല കിട്ടുന്നത്, നീ ഞരങ്ങുന്നത് കൊണ്ടല്ല കിട്ടുന്നത്, നീ കരയുന്നത് കൊണ്ടല്ല കിട്ടുന്നത്, നീ നെഞ്ചത്തടിക്കുന്നത് കൊണ്ടല്ല കിട്ടുന്നത്. ഹല്ലേലൂയ. നീ കിട്ടുന്നത് അവന്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാൽ അത്രേ അത് കിട്ടുന്നത്. സ്തോത്രം. എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്? നമ്മൾ ആഗ്രഹിക്കുന്ന ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുകൊണ്ടാണ് കിട്ടുന്നത്, ഇതൊക്കെ ഞാൻ കിടന്ന് കരയുന്നത് കൊണ്ടാണ് കിട്ടുന്നത്, ഇതൊക്കെ ഞാൻ ഭാരപ്പെട്ട് കിടന്ന് ഹല്ലേലൂയ നിലവിളിക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത്. അല്ല. സ്തോത്രം. കരുണാസമ്പന്നായ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തരാൻ മടിച്ചില്ല എങ്കിൽ വചനം പറയാണ്, അവനോടുകൂടെ അവൻ സകലവും തരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ തന്നിട്ടുണ്ടെങ്കിൽ സകലവും നമുക്ക് ലഭിക്കുമെന്ന് വചനം ഉറപ്പ് തരുന്നു. അതുകൊണ്ട് എൻ്റെ നോട്ടം ഇതിലേക്കല്ല, എൻ്റെ നോട്ടം അവനിലേക്കാണ്, അവനിലേക്കാണ്, അവനിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.